IPL-ലെ ത്രില്ലർ പോരാട്ടത്തിൽ മുംബൈയെ കീഴടക്കി ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ മികച്ച നിലവാരം പുലർത്തുകയാണ്. 4 വിക്കറ്റിനാണ് ചെന്നൈയുടെ വിജയം കണ്ടത്. മുംബൈ ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 6 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടക്കുകയും ചെയ്തു. അർദ്ധ സെഞ്ചുറിയുമായി രജിൻ രവീന്ദ്രയാണ് ചെന്നൈ നിരയിൽ തിളങ്ങി നിന്നത്. മുംബൈക്കായി മലയാളി താരം വിഘ്നേഷ് പുത്തൂർ 3 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. മുംബൈ ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ഏന്തിയ ചെന്നൈക്ക് 11 റൺസ് എടുത്തതിനിടെ ആദ്യ വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു. രാഹുൽ തൃപ്തി വേഗം മടങ്ങിയെങ്കിലും രണ്ടാം വിക്കറ്റിൽ ഒന്നിച്ച രജിൻ രവീന്ദ്രയും ഋതുരാജ് ഗെയ്ക്വാദും സ്കോർ ഉയർത്തുകയും ചെയ്തു. 26 പന്തിൽ നിന്നും 53 റൺസ് എടുത്ത ഗെയ്ക്വാദിനെ പുറത്താക്കിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ മുംബൈയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ 2 വിക്കറ്റുകൾ കൂടി പിഴുത് വിഘ്നേഷ് ചെന്നൈയെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. 17 വയസ്സുകാരന്റെ മാന്ത്രിക ശക്തി എല്ലാവർക്കും ഒന്ന് ഹരം തന്നെ നൽകുകയും ചെയ്തു. മുംബൈക്ക് നേരിയ വിജയ പ്രതീക്ഷയും കൈവന്നു. ചെന്നൈ 107-4 എന്ന നിലയിൽ വീണു. പിന്നാലെ സാം കറനെ വിൽ ജാക്സ് പുറത്താക്കി. എന്നാൽ ക്രീസിൽ നിലയുറപ്പിച്ച് ബാറ്റേന്തിയ രജിൻ രവീന്ദ്ര അർദ്ധ സെഞ്ചുറിയുമായി ടീമിനെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. 4 വിക്കറ്റ് ജയവുമായി ചെന്നൈ മടങ്ങുകയും ചെയ്തു. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 9 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എടുത്തിരുന്നു. തുടക്കം പതറിയത് മുംബൈക്ക് 36 റൺസിനിടെ 3 വിക്കറ്റ് നഷ്ടമായി. രോഹിത് ശർമ്മ, റിക്കൽട്ടൺ, വിൽ ജാക്സ് എന്നിവർ വേഗം തന്നെ മടങ്ങുകയായിരുന്നു. രോഹിത് ശർമ്മ വെറും 0 റൺസ് മാത്രമാണ് നേടിയിരുന്നത്. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും 29ഉം 31ഉം റൺസ് എടുത്തു. ഇന്നിംഗ്സുകളിൽ മുംബൈ ഭേദപ്പെട്ട നിലയിലെത്തിച്ചത് ഈ ഒരു റണ്ണ് തന്നെയായിരുന്നു. ഒടുവിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എടുത്ത് മുംബൈ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. ചെന്നൈക്കായി നൂർ അഹമ്മദ് 4 വിക്കറ്റും ഖലീൽ അഹമ്മദ് 3 വിക്കറ്റും എടുത്തു. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു.